പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണഗാഥ പാരായണം 34-ാം ദിവസം. ഓം തത്സത്. ഓം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്ദിര തന്നോടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പാരത്തയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളാം. കീർത്തി വാട്ടുവാൻ ഒത്തു നിന്നിടുമെൻ ആർത്തിത്തു തുണയ്ക്കേണമേ. ശ്രീകൃഷ്ണഗാഥ പാരായണം 34-ാം ദിവസം. സുദക്ഷിണൻ തന്റെ അച്ഛനെ വധിച്ചതിലുള്ള ദേഷ്യം കൊണ്ട് ഒരു മാരണത്തെ അയക്കുന്നതും ആ ഭഗവാന്റെ ചക്രം കാശി നഗരം മുഴുവൻ ചുട്ടു ചാമ്പലാക്കുന്ന ഭാഗവുമാണ് പാരായണം ചെയ്യുന്നത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാരം പോരിഞ്ഞുള്ള കൊള്ളിയുമായിട്ടു ഘോരമായുള്ളൊരു നോക്കുമായി ദ്വാരക നോക്കി നടന്നതു കാണായി മാരണദേവതയോടും കൂടി ദ്വാരക തന്നോടെ ചാരത്തു ചെന്നോരു മാരണദേവത പാരമപ്പോൾ എട്ടുദിക്കെങ്ങുമേ ഞെട്ടി നടുങ്ങുക അട്ടഹാസങ്ങളെ ആചരിച്ചു. ദ്വാരകവാസികൾ എന്നതു കേട്ടിട്ടു പാരം വീറച്ചു നീരത്തു വീണ കേസരി തന്നൂടെ നാഗമെന്നിങ്ങനെ കേവലം ചിന്തിച്ചു വാരണങ്ങൾ കേടറ്റു നിന്നോരു ശാലയിൽ നിന്നൂടൻ ഓടിത്തുടങ്ങിയിട്ടു പിടിയാലേ ബാലകന്മാരെല്ലാം അമ്മമാർ ചാരത്തു ചാലെ പോയി ചെന്നു കരഞ്ഞു നിന്ന ബാലകന്മാരെയും ഉണ്ടങ്ങു നിന്നുള്ള നീലവിരോചനമാരെല്ലാരും കാലന്നുള്ള കാറ്റിനേറ്റുള്ള രംഭകൾ പോലെ ചമഞ്ഞു കൂടി കേൾക്കായതെന്തെന്നു ചൊല്ലി നിന്നെല്ലാരും നോക്കി തുടങ്ങിയ നേരത്തപ്പോൾ മുപ്പാരി വെല്ലുവാൻ മൂലയായിട്ടു കെട്ടുകാലന്നൂരു ശൂലവുമായി മാരണദേവത വന്നതു കാണായി ഘോരങ്ങളായുള്ള
മാനങ്ങളിൽ മാനുഷന്മാരെ കടിച്ചങ്ങു തിങ്കയ മാറിയിലെ ചാടുന്ന ചോര തന്നിൽ നീന്തിയേഴുന്നു വരുന്നതു കാണായി നീണ്ടു വളർന്നുള്ള മുണ്ടമാല വ്യോമത്തിൽ ചേരുന്ന യാനങ്ങളെല്ലാം ശൂലത്തിന്മേലായി കാണായപ്പോൾ ഉജ്ജ്വലിച്ചിടുന്നോരാനനമാണ്ടുള്ള ഗർജിതനാദത്തിൽ കേൾക്കും നേരം നേരെ നടുങ്ങി നീലത്തങ്ങു വീഴാകും ആരുമേ ഇല്ല ഈ പാരിലെങ്ങും നേരറ്റ മാരണ ദേവത തന്നൂടെ ഘോരത ചൊൽവാനും ഔവണ്ണമേ കാണുന്നതാകിലോ വെന്തു നിന്നിടുമ പേടി തന്നാൽ ഇങ്ങനെയുള്ളൊരു മാരണ ദേവത പൊങ്ങിയെഴുന്നു വരുന്ന നേരം കണ്ടുള്ളോരെല്ലാരും കാതരന്മാരായി മണ്ടി തുടങ്ങിനാർ അങ്ങുമിങ്ങും കൽപ്പാന്ത പാവകൻ താനിതെന്നിങ്ങനെ കൽപ്പിച്ചു നിന്നു കടുക്കനി പോൽ ചൂതു പോരുന്നൊരു മാധവൻ ചാരത്തു കാതരന്മാരായി ചെന്നു ചൊന്നാർ ഘോരനായുള്ളൊരു വന്നിതാൻ വന്നിത നീറായി പോകുന്നു ഞങ്ങളയ്യോ പാലിച്ചു കൊള്ളേലും പാരാതെ ഞങ്ങളെ പാവകൻ വായിൽ നിന്നായ വണ്ണം വൃഷ്ണികൾക്കുള്ളൊരു ദീനത്തെ കണ്ടിട്ടു കൃഷ്ണനായുള്ളൊരു വിഷ്ണുവപ്പോൾ ചാരത്തു നിന്നൊരു ചക്രത്തെ അന്നേരം പാലിച്ചു നോക്കിനാനൊന്നു നന്നായി ചൂതു തുടങ്ങിനാൻ പിന്നെയും അങ്ങനെ ഛേദം വരുത്താതെ ലീലയേതും അംബുജലോചനൻ കൺമുന തന്നൂടെ നിർമ്മലമേനിയിലേറ്റ നേരം കൽപ്പാന്ത പാവകൻ തന്നെയും വെല്ലൂരു കലർന്ന സുദർശനം താൻ തുടങ്ങിയതു പുത്തനാന്നെ കൊണ്ടു സിദ്ധമായുള്ളൊരു തീകണത്തെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ